സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ മഴയെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ സ്ലൂയിസ് വാൽവുകൾ ഘട്ടം ഘട്ടമായി തുറക്കും. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കാഞ്ഞിരപ്പുഴ ഡാം ഷട്ടറുകൾ തുറന്നു. മംഗലം കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ നീരൊഴുക്ക് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് അണക്കെട്ടുകളുടെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് പ്രവചനം. 9 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. മഴക്കെടുതി സാധ്യത കണക്കിലെടുത്ത് മന്ത്രിമാരുമായും ജില്ലാ കളക്ടർമാരുമായും മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്ഥിതിഗതികൾ വിലയിരുത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും. തിരുവനന്തപുരം ജില്ലയിൽ CP ജോൺ, പത്തനംതിട്ടയിൽ PC വിഷ്ണുനാഥ്, കോട്ടയത്ത് മോൻസ് ജോസഫ്, ഇടുക്കിയിൽ അനൂപ് ജേക്കബ് എന്നിവർ ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ശക്തമായ മഴയെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. തൃശൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെ ഡാമിലെ ജലനിരപ്പ് 421 മീറ്ററിലെത്തി. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയും ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മുൻകരുതൽ നടപടി. ജലനിരപ്പ് 422 മീറ്ററിലെത്തുന്ന അടിയന്തര സാഹചര്യത്തിൽ ഡാമിന്റെ സ്ലൂയിസ് വാൽവുകൾ ഘട്ടം ഘട്ടമായി തുറക്കാൻ തൃശൂർ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അനുമതി നൽകി. ഡാം തുറക്കുന്നതോടെ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി. കുട്ടികൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ പുഴയിൽ കുളിക്കുന്നതിനും വസ്ത്രം അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചാലക്കുടി പുഴയിൽ മത്സ്യബന്ധനത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുഴയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷ ശക്തമാക്കാൻ ചാലക്കുടി വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർക്കും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കാഞ്ഞിരപ്പുഴ ഡാം ഷട്ടറുകൾ തുറന്നു. മംഗലം, കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ നീരൊഴുക്ക് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് അണക്കെട്ടുകളുടെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നത്. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച രാത്രി മുതൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നത്. 95.37 മീറ്ററാണ് നിലവിലെ ജലനിരപ്പ്. പരമാവധി സംഭരണശേഷി 97.50 മീറ്റർ. മഴ ശക്തിപ്പെട്ടാൽ ആവശ്യാനുസരണം ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. അണക്കെട്ടിന് താഴെയുള്ള പ്രദേശങ്ങളിലെയും പുഴയുടെ ഇരുകരകളിലെയും താമസക്കാരും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കനത്ത മഴയെ തുടർന്ന് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നു. ഈ മഴക്കാലത്ത് ആദ്യമായാണ് അതിരപ്പിള്ളി ഇത്രയും ശക്തമായ ജലപ്രവാഹത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. മഴ ശക്തമായതിനാൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് താൽക്കാലിക പ്രവേശന നിയന്ത്രണവും ഏർപ്പെടുത്തി. കഴിഞ്ഞ 2 ദിവസങ്ങളായി അതിരപ്പിള്ളി വനമേഖലയിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച കനത്ത മഴയെ തുടർന്നാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നത്. ഈ സീസണിൽ ആദ്യമായാണ് വെള്ളച്ചാട്ടം പൂർണ്ണ സൗന്ദര്യത്തിൽ ശക്തമായ ഒഴുക്കോടെ ദൃശ്യമാകുന്നത്. അതിരപ്പിള്ളിക്ക് പുറമെ ചാർപ്പ വെള്ളച്ചാട്ടവും കുത്തിയൊഴുകുകയാണ്. മഴക്കാലത്തെ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികൾ എത്താറുണ്ടെങ്കിലും നിലവിൽ പ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. സുരക്ഷ മുൻനിർത്തി
അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് താൽക്കാലികമായി പ്രവേശന നിരോധനം ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. മഴയുടെ സാഹചര്യം വിലയിരുത്തിയ ശേഷമാകും നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുക. മീഡിയ ടൈം, ചാലക്കുടി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് LDF മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അതേസമയം സമരത്തിനെതിരെ UDF അംഗങ്ങളും രംഗത്തെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF മാള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. T. ശശിധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് അകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങള് മുരിക്കം മുതലാളി മുതൽ സർ CP രാമസ്വാമിയുടെ വീട് വരെ കയറിയവരാ ഞങ്ങള്. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്ത് മര്യാദയ്ക്ക് ഭരിക്കാനും മര്യാദയ്ക്ക് ജനങ്ങളെ സേവിക്കാനും കഴിയണം. അല്ലാതെ നടത്തുന്ന ഒരു നാടകത്തിനോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞങ്ങളില്ല. ഞങ്ങൾക്കതിന് താല്പര്യവുമില്ല. ഞങ്ങളെന്ന് പറയുന്ന ജനങ്ങളൊപ്പം നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തുന്ന ഈ സമരം സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി, UDF ആണല്ലോ കേരളം കൂടുതൽ ഭരിക്കുന്നത്, അവർക്ക് കൂടി വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അടിയന്തരമായി പഞ്ചായത്തുകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും കൊടുക്കേണ്ട പൈസ ഉടനെ കൊടുക്കണം. VM വത്സൻ അധ്യക്ഷത വഹിച്ചു. KV ഡേവിസ്, ബൈജു മണന്തറ, ക്ലിഫി കളപ്പറമ്പത്ത്, ബിനിൽ പ്രതാപ്, റഹീം പള്ളത്ത്, PK രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജിജു മാടപ്പള്ളി, MK ബാബു, സലിം പള്ളിമുറ്റത്ത്, PM ആരോമൽ, സിന്ധു അശോക് എന്നിവർ നേതൃത്വം നൽകി. അതേസമയം പഞ്ചായത്തിന് ലഭിക്കേണ്ടിയിരുന്ന തുക അനുവദിക്കേണ്ടത് അന്നത്തെ പിണറായി സർക്കാർ ആയിരുന്നുവെന്നും മുൻ പഞ്ചായത്ത് ഭരണസമിതി വേണ്ടത്ര പഠനം നടത്താതെ പല പദ്ധതികളുടെയും ഫണ്ട് ലാപ്സാക്കി കളഞ്ഞുവെന്നുമാണ് UDF അംഗങ്ങളുടെ ആരോപണം. നമുക്കറിയാം, മൂന്നാം ഗഡു എന്ന് പറയുന്നത് മാർച്ച് 30-ാം തീയതിയാണ് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ മാർച്ച് 30. ആ മാർച്ച് 30-ൽ മാളയ്ക്ക് കിട്ടേണ്ട 1,69,00,000 രൂപയുടെ മൂന്നാം ഗഡുവ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും അന്നത്തെ ധനമന്ത്രിയായിരുന്നത് ബാലഗോപാലനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മന്ത്രിയായിരുന്നത് രാജേഷുമായിരുന്നു. അപ്പോൾ CPM യഥാർത്ഥത്തിൽ സമരം നടത്തേണ്ടത് മാള പഞ്ചായത്തിൻ്റെ മുന്നിലല്ല, മാള CPMൻ്റെ ഓഫീസിൻ്റെ മുന്നിലായിരുന്നു അവർ ആ സമരം നടത്തേണ്ടത്. എന്തായാലും ഈ സമരം കൊണ്ട് പൊതുജനങ്ങളുടെ അടുത്ത് നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്ന ഒരു അവസരമായി മാറി. മാർച്ച് 30 എന്ന് പറയുന്ന സമയത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് മൂന്നാം ഗഡു തരാത്തതിനെ പറ്റി വെറും 2 മാസം മാത്രമായിട്ടുള്ള VD സതീശൻ്റെ മന്ത്രിസഭയ്ക്കെതിരെ സമരം നടത്തുന്നത് ആരെ ബോധിപ്പിക്കാനാണ് എന്നുള്ളത് CPMൻ്റെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ മാള പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും പറയേണ്ടത് അത്യാവശ്യമാണെന്ന് ഈ ജനങ്ങളുടെ മുന്നിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സമരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലല്ല, CPMൻ്റെ ഓഫീസിന് മുന്നിലായിരുന്നു നടത്തേണ്ടിയിരുന്നതെന്നും പഞ്ചായത്ത് അംഗങ്ങളായ ജോഷി കാഞ്ഞുത്തറയും TK ജിനേഷും പ്രതികരിച്ചു. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രാദേശിക വികസനം മുരടിപ്പിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് LDF പൊയ്യ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം KV വസന്തകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ആ ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ട ഈ അടുത്ത അവസരത്തിൽ ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഘട്ടത്തിൽ 500 ചില്ലാൻ കോടി രൂപ പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വേറെയുണ്ട്, ജില്ലാ പഞ്ചായത്തിന്റെ വേറെയുണ്ട്, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ അടിസ്ഥാനപരമായി ഗ്രാമീണ മേഖലയിൽ വികസനം നടത്തേണ്ട ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെ അപ്പാടെ മുട്ടിപ്പിക്കുന്ന രീതിയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ VD സതീശന്റെ ബഡ്ജറ്റ് ഈ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ ത്രിതല പഞ്ചായത്ത് ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും നടത്തണം എന്ന് നമ്മൾ തീരുമാനിച്ചു. CPM മാള ഏരിയ കമ്മിറ്റി അംഗം CS രഘു അധ്യക്ഷത വഹിച്ചു. AA ഹക്കീം, CN സുധാർജുനൻ, ജോൺ ചെല്ലക്കുടം, KJ ഷൈമോൻ, PV അരുൺ എന്നിവർ സംസാരിച്ചു. സാന്ദ്ര മോഹനൻ, ബൈജു പാറേക്കാടൻ, ഉണ്ണികൃഷ്ണൻ, VS ലക്ഷ്മണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. തൃശൂർ സെൻട്രൽ സഹോദയയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് അധ്യാപക കലോത്സവത്തിന് മാള വിജയഗിരി പബ്ലിക് സ്കൂളിൽ തുടക്കമായി. പ്രസിദ്ധ കഥകളി നടൻ കലാനിലയം ഗോപി ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രചോദനം തന്നെയാണ്, അത് എന്നും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അധികം സന്തോഷം തന്നെ അത് നമുക്ക്
ഒരു കല ഏതോ ആവട്ടെ പഠിച്ചെടുക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സംഗീതമായാലും നൃത്തമായാലും ഏതായാലും. ഞാൻ 10 വർഷം കഥകളി അഭ്യസിച്ച കലാകാരനാണ്. 10 വർഷം കഥകളി അഭ്യസിച്ചിട്ടും ഞാനൊരു 50% പോലും ആകില്ല. എന്നുണ്ടെങ്കിൽ കലകൾ എന്ന് പറയുന്നതൊക്കെ സമുദ്രം പോലെയാണ്. പിന്നെയൊക്കെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുകയും സ്വയം പഠിക്കുകയും ചെയ്താലാണ് നമ്മൾ കുറച്ചെങ്കിലും ആവുകയുള്ളൂ. എന്തായാലും ഇങ്ങനെയുള്ള ഈ കലോത്സവങ്ങൾ തന്നെയാണ് നമ്മുടെ മനസ്സിന് സന്തോഷം വളരെയധികം കിട്ടുന്നത്. ഡോക്ടർ രാജു ഡേവിസ് പരേപ്പാടൻ, ബിനു കെ രാജ്, ഡോക്ടർ PN ഗോപകുമാർ, ഫാദർ PJ വർഗീസ്, ഡോക്ടർ PV ലിവിയ എന്നിവർ സംസാരിച്ചു. 32 ഇനം മത്സരങ്ങളിൽ 600-ലധികം അധ്യാപകരാണ് മാറ്റുരയ്ക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് 4/1 വെട്ടിക്കുറച്ച സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയത്തിനെതിരെയും കയ്പമംഗലം പ്രദേശത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. CPM മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി TP രഘുനാഥ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ കമ്മിറ്റി അംഗം IS കാസിം അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി TV സുരേഷ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KC പ്രസാദ്, അലോക് മോഹൻ, KNL ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല, PC മനോജ്, റഹീം, MD സുരേഷ്, PL പോൾസൺ, നൂറുൽ ഹുദ തുടങ്ങിയവർ സംസാരിച്ചു. മാള സക്കോഴ്സോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെന്നി ബെഹനാൻ MP പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് സജ്ജമാക്കിയ ICT ഇൻഫ്രാസ്ട്രക്ചർ ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹനാൻ MP ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു. പഴയ കാലഘട്ടത്തിലുണ്ടായ വിദ്യാഭ്യാസ രീതിയിൽ മാത്രമല്ല ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ആധുനിക സജ്ജീകരണങ്ങൾ സ്കൂൾ തലം മുതൽ ഹൈസ്കൂൾ സെക്കൻഡറി തലം മുതൽ LKG തലം മുതൽ അത് നടപ്പാക്കേണ്ട ലക്ഷ്യത്തോടുകൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനിൻ്റെ പൊതുജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ലഭിക്കുന്ന MD ഫണ്ടിൻ്റേതാണെങ്കിലും മറ്റു തരത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന CSR ഫണ്ടാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസമായി ഡിജിറ്റൽ വിസ്ഡം എന്ന് പറയുന്ന ഒരു പദ്ധതി ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളെയും ഗവൺമെൻറ് സ്കൂളുകളെയും എയ്ഡഡ് സ്കൂളുകളെയും അതോടൊപ്പം തന്നെ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള ഭിന്നശേഷിക്കാർ പഠിക്കുന്ന സ്കൂളുകളെ ഉൾപ്പെടുത്തുന്നു. സിസ്റ്റർ മാരിയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കുടിയൻ, വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK ജിനേഷ്, സ്ഥിരം സമിതി അധ്യക്ഷൻ ജോഷി കാഞ്ഞൂത്തറ, PTA പ്രസിഡന്റുമാരായ ജോസ് പയ്യപ്പള്ളി, സോയ് കോലംചേരി, സജീവ് കമ്മത്ത് എന്നിവർ സംസാരിച്ചു. KSKTU കുറ്റിച്ചിറ മേഖലാ സമ്മേളനം നടന്നു. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം KJ ഡിക്സൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സുബ്രൻ കൊരട്ടി അധ്യക്ഷത വഹിച്ചു. CPM കുറ്റിച്ചിറ ലോക്കൽ സെക്രട്ടറി VM കരീം, PK ഉണ്ണികൃഷ്ണൻ, TV ബാലൻ, ടോമി കളമ്പാടൻ, ബിന്ദു അനിലൻ എന്നിവർ സംസാരിച്ചു. അഴീക്കോട് സീരീസ് സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS സ്കൗട്ട് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. തൃശൂർ ജില്ലാ ആശുപത്രി, ബ്ലഡ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത 80 പേരിൽ നിന്നും 49 യൂണിറ്റ് ബ്ലഡ് ശേഖരിച്ചു. എറിയാട് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റനീത് ക്യാമ്പിന് ഉദ്ഘാടനം നടത്തി. PTA പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ഷിബി സജീവൻ, പ്രിൻസിപ്പൽ TV സെമീന, മന, ഫസീല എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് അതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ റെഡ് അലർട്ടും 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു.
ശക്തമായ മഴയെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് ഉയരുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ സ്ലൂയിസ് വാൽവുകൾ ഘട്ടം ഘട്ടമായി തുറക്കും. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. കാഞ്ഞിരപ്പുഴ ഡാം ഷട്ടറുകൾ തുറന്നു. മംഗലം കാഞ്ഞിരപ്പുഴ ഡാമുകളുടെ നീരൊഴുക്ക് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് അണക്കെട്ടുകളുടെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.